വണ്ടൂർ ജാമിയ വഹബിയ അറബിക് കോളേജിൻ്റെ 60ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന 60 പ്രഭാഷണങ്ങളിൽ ഔലിയാക്കൾ എന്ന വിഷയത്തിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സത്യാദർശമാണ് ഇസ്ലാം. മനുഷ്യാരംഭം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ പൂർത്തീകരണമാണ് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലൂടെ നിർവഹിച്ചത്. കൂട്ടിച്ചേർക്കലുകൾക്കും വെട്ടിക്കുറക്കലുകൾക്കും അവസരമില്ലാത്ത വിധം അവസാന നാൾ വരെ അത് നിലനിൽക്കുകയും ചെയ്യും. ആദർശം നിലനിൽക്കുക എന്നാൽ അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവുക എന്നതാണ്. നിയമങ്ങളെ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടായതുകൊണ്ട് ആദർശം നിലനിൽക്കുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സത്യവാക്താക്കൾ ലോകത്തിൻ്റെ പല ദിക്കുകളിലുമായി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർ പല കാലക്കാരാണെങ്കിലും എല്ലാവരും ഒരേ ആശയത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള മഹത്തുക്കളെയാണ് ഔലിയാക്കൾ എന്ന് വിളിക്കുന്നത്. വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയ. അടുപ്പക്കാരൻ എന്നാണ് അർത്ഥം. അതായത് അള്ളാഹുവിനോട് അടുത്തവർ. ഔലിയ ആരാണെന്ന് ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജംഉൽ ജവാമിയിൽ വിവരിക്കുന്നത് കാണാം. വഹും അൽ ആരിഫൂന ബില്ലാഹി തആല ഹസ്ബ മാ യുംകിനു അൽ മുവാളിബൂന അല ത്വാഅതി അൽ മുജ്തനിബൂന ലിൽ മആസി അൽ മുഅരിദൂന അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്. കഴിവനുസരിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അവനിക്ക് വഴിപ്പെടുന്നതിൽ നിരതരായി അവന് തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് വെടിഞ്ഞു നിന്ന് സ്വന്തം ഇച്ഛകളെയൊക്കെ മാറ്റിവെച്ചവരാണ് ഔലിയാക്കൾ. ഇത്തരത്തിൽ ഇസ്ലാമിനെ സാക്ഷീകരിക്കുന്ന ഏറ്റവും മുന്തിയ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശിഷ്യന്മാരായ സ്വഹാബാക്കൾ തന്നെയാണ്. സ്വഹാബി എന്ന പദവി വലി എന്ന പദവിയേക്കാൾ എത്രയോ മുകളിലാണ്. 1,00,000-ൽ പരം വരുന്ന ശിഷ്യന്മാർ സ്വഹാബാക്കളിലുണ്ടായിട്ട് ഒരാൾ പോലും അനുസരണക്കേടുള്ളവരായില്ല. ഒരു ആദർശ നേതാവിന് ഇതുപോലെ അംഗീകരിക്കുന്ന ഒരു ജനതയുണ്ടാവുക എന്നുള്ളത് തന്നെ ആദർശം സത്യമാണ് എന്നതിനുള്ള തെളിവാണ്. സ്വഹാബാക്കൾ കഴിഞ്ഞാൽ തുടർന്നിങ്ങോട്ട് ഇന്നോളമുള്ള എല്ലാ തലമുറകളിലും വലിയ സ്വാത്വികന്മാർ ഉണ്ടായിട്ടുണ്ട്. റാബിഅത്തുൽ അദവിയ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുമ പോലെയുള്ള സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ട്. അവരിൽ പലരിൽ നിന്നും പലപ്പോഴും അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അവകൾക്കാണ് കറാമത്തുകൾ എന്ന് പറയുന്നത്. അതും ആദർശം സത്യമാണെന്നതിനുള്ള ഒരു തെളിവാണ്. അതിനെക്കുറിച്ച് മറ്റൊരു പ്രഭാഷണം നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ലോകപ്രസിദ്ധനായൊരു വലിയും മഹാത്മാവുമായിരുന്നു ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ ജീവിച്ച ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുമുള്ള. ആയിരക്കണക്കായ ശിഷ്യന്മാരെ തൻ്റെ സൽവഴിയിലേക്ക് കൊണ്ടുവരാൻ മഹാനർക്ക് സാധിച്ചിട്ടുണ്ട്. ആ പരമ്പരയിലെ കണ്ണിയും ഇന്ത്യയുടെ സുൽത്താൻ എന്നറിയപ്പെട്ടവരുമായ രാജസ്ഥാനിലെ അജ്മീർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
ഖാജ മുഈനുദ്ദീൻ ചിശ്തി, അതുപോലെ യമനിൽ നിന്നും കേരളത്തിലേക്ക് വന്ന പ്രമുഖനായ മമ്പുറം തങ്ങൾ എന്നറിയപ്പെട്ട കുത്തുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദവീല എന്നവരും ഇക്കൂട്ടത്തിൽ നമുക്ക് സ്മരിക്കാനുണ്ട്. ഈ സത്യസരണി ജ്വലിപ്പിച്ച് നിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ച പണ്ഡിത മഹത്തുക്കൾ ധാരാളമുണ്ട്. ഇമാം ഷാഫിഈ, ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ റഹിമഹുമുള്ള തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ. ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച കേരളത്തിലെ പണ്ഡിത സൂര്യൻ, നാം വാർഷികമാഘോഷിക്കുന്ന ജാമിയ വഹബിയയുടെ ബാനി ഷെയ്ഖുന താജുൽ ഉലമ, ആ പണ്ഡിതന്മാരുടെ പിൻഗാമിയായി ഈ ആദർശത്തിൽ ഉറച്ചു നിന്ന മഹാനരാണ്. ഈ മഹാത്മാക്കളും പണ്ഡിതന്മാരും ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് വിവിധ നൂറ്റാണ്ടുകളിലാണ് ജീവിച്ചതെങ്കിലും എല്ലാവരും ഒരേ സത്യാദർശത്തിൻ്റെ വക്താക്കളായിരുന്നു എന്നതാണ് അത്ഭുതം. ഇങ്ങനെ നിലനിന്ന ഒരു സമൂഹവും ഉണ്ടായിട്ടില്ലെന്നു തന്നെ പറയാം. ജൈനരുടെ 24 തീർത്ഥങ്കരന്മാരെയോ സിഖുകാരുടെ ഗുരുക്കന്മാരെയോ എടുത്തു നോക്കിയാലും അടിസ്ഥാനാദർശങ്ങളിൽ വ്യതിചലനവും വൈരുദ്ധ്യവും കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ സവിശേഷത മനസ്സിലാകുന്നത്. ഇസ്ലാമിൻ്റെ സത്യാദർശം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ കാലത്തും അതിൻ്റെ വക്താക്കൾ ഉണ്ടായിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാവുകയും ചെയ്യും. അവരെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.